ഇനി നമുക്ക് ഇറാനിലേക്ക് വന്നു കഴിഞ്ഞാൽ 80 മുതൽ 88 വരെ ആദ്യത്തെ ഗൾഫ് വാർ എന്ന് പറയുന്ന ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായി. അത് അമേരിക്ക അവരെ ഇൻസ്പയർ ചെയ്തതാണ്. സദ്ദാം ഹുസൈനെ ഇൻസ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇറാഖ് ഒരു ഷിയ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. 75% ഷിയാക്കളാണ്. പക്ഷെ അവിടെ ഒരു സുന്നി റെഷീമാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? സദ്ദാം ഹുസൈൻ പേടിച്ചുപോയി. ഇവിടുത്തെ ഇസ്ലാമിക വിപ്ലവം ഇറാഖിലേക്ക് വ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ തകർക്കേണ്ടുന്നത് ഷിയ ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ ഭരണത്തിലിരിക്കുന്ന സുന്നിയായ സദ്ദാം ഹുസൈന്റെ ആവശ്യമായിരുന്നു. അപ്പോഴാണ് അമേരിക്കക്കാർ പറയുന്നത്, ഞങ്ങൾ ആയുധവും സാങ്കേതിക വിദ്യയും വിമാനവും ഒക്കെ തരാം, നിങ്ങൾ പോയി ഒന്ന് യുദ്ധം ചെയ്താൽ മതി. നേരെ ആക്രമണം നടത്തി. അങ്ങനെ 8 വർഷം 1988 വരെ. പക്ഷെ ഇറാന്റെ ചില പ്രത്യേകത കൊണ്ട് ഇറാൻ അതിനെ അതിജീവിച്ചു. അതിനുശേഷം ഇങ്ങനെ തുടർച്ചയായി ആ മേഖലയിൽ കോൺഫ്ലിക്റ്റ് നടന്നു വരികയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ആര് ഭരിക്കുന്നു എന്നല്ല, ഇറാന്റെ പൊസിഷനാണ് പ്രശ്നം. ഒരാൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു വളരെ ബിസി ട്രാഫിക്കുള്ള ഒരു ജംഗ്ഷനിലെ ഒത്ത നടുക്ക് ഒരു കഴുത കയറി നിന്നാൽ എങ്ങനെ ഉണ്ടാവും? എൻ്റെ ട്രാഫിക് വിൽ ഡിസ്റപ്റ്റ്. അവിടെ നിൽക്കുന്നത് കഴുതയാണോ കുതിരയാണോ ആനയാണോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. അവിടെ ആര് നിന്നാലും ട്രാഫിക് വിൽ ഡിസ്റപ്റ്റ്. അതാണ് ഇറാന്റെ സ്ട്രാറ്റജിക് പൊസിഷനാണത്. ഇറാൻ നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ട്സ്പോട്ടിലാണ്. ഇറാൻ ഒരു സൈന്യവും വേണ്ട, പക്ഷെ അവരവിടെ നിന്നാൽ മാത്രം മതി. ഗ്ലോബൽ പൊളിറ്റിക്സിനെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. കാരണം ലോകത്തിലെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 20% വരുന്നത് ഗൾഫിൽ നിന്നാണ്. പ്രകൃതിവാതകത്തിൻ്റെ 35% വരുന്നത് അവിടെ നിന്നാണ്. ലോക രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക കേന്ദ്രമാണത്. അവിടെയാണെങ്കിൽ 2 ഉൾക്കടലുകളുണ്ട്. ഒന്ന് പേർഷ്യൻ ഗൾഫ് എന്നുള്ളത് ശീതയുദ്ധം വളരെ ശക്തമാണ്. 1979 മുതൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ശീതയുദ്ധങ്ങളിലൊന്ന് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമിക ലോകത്തിലെ രാജാവ് എന്നുള്ള സാധനം ഇല്ല. സൗദി അറേബ്യയുടെ പേരെന്താ? KSA എന്നാണ്, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. കിങ്ഡം എന്നുള്ള സങ്കല്പം ഇസ്ലാമിലെ ഇത് അനിസ്ലാമികമാണ്. അപ്പൊ അതുകൊണ്ട് ആയത്തുള്ള പറഞ്ഞത്, ഈ കിങ് ആയിട്ടുള്ള ആൾക്ക് എങ്ങനെ, ഹൗ ക്യാൻ ഹി ബിക്കം ദ പ്രൊട്ടക്ടർ ഓഫ് ദി ഹോളി സെഞ്ചുറീസ് ഓഫ് ഇസ്ലാം? അദ്ദേഹത്തിന്റെ റൈച്വൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? സൗദി അറേബ്യൻ രാജാവിന് രാജാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹത്തിന് ഇസ്ലാമിക ലോകത്ത് വലിയ റൈച്വൽ സ്റ്റാറ്റസ് ഉണ്ട്. ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹി ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദി ഹോളി സെഞ്ചുറീസ് ഓഫ് ഇസ്ലാം. അപ്പോൾ ആയത്തുള്ള പറയുന്നത്, ഇയാൾക്ക് എന്ത് അധികാരം? ഹീസ് എ ട്രഡീഷണൽ ഡൈനാസ്റ്റിക് റൂളർ. ഇറ്റ് ഈസ് അൺഇസ്ലാമിക്. മാത്രമല്ല, ഹീസ് അലൈൻഡ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ പ്രധാനപ്പെട്ട വിമർശനം, അമേരിക്ക ഈസ് സാത്താൻ, was a great Satan. Israel is mini Satan, കുട്ടി ചാത്തൻ. And the kingdom of Saudi Arabia is stooge of Satan. ചെകുത്താന്റെ കിങ്കരനാണ്, സ്റ്റൂജ് ഓഫ് സാത്താൻ എന്നുള്ളതാണ്. ആയത്തുള്ള റൂഹുള്ള ഖമൈനിയുടെ ഈ വിമർശനമാണ് പിന്നെ അങ്ങോട്ട് സൗദി അറേബ്യ ഇറാൻ ശീതയുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ അവിടെ 2 ഐഡിയോളജിയും കൂടെ മുഖാമുഖം നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ ശീതയുദ്ധം മുന്നോട്ട് പോകണമെങ്കിൽ, ഏത് സംഘർഷവും മുന്നോട്ട് പോകണമെങ്കിൽ ഐഡിയോളജിക്കൽ വാർ കൂടി ഉണ്ടാവണം. പ്രധാനപ്പെട്ട ഐഡിയോളജി എന്താ? സൗദി അറേബ്യയുടെ വഹാബിസം, എക്സ്ട്രീം ഫോം ഓഫ് സുന്നി പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് വഹാബിസം. ഇവിടെ ഷിയ പൊളിറ്റിക്കൽ ഇസ്ലാം, അവിടെ വഹാബിസം. അപ്പൊ ഈ 2 ഐഡിയോളജീസ് തമ്മിൽ മുഖാമുഖം നിൽക്കുന്നു. പിന്നെ 2 രാജ്യങ്ങളിലെ സാമ്പത്തിക താല്പര്യം മുഖാമുഖം നിൽക്കുന്നു. ഇറാൻ സോവിയറ്റ് യൂണിയനോട് ഐക്യപ്പെട്ട് നിൽക്കുന്നു, സൗദി അറേബ്യ അമേരിക്കയോട് ഐക്യപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ക്ലാസിക്കൽ കോൾഡ് വാർ അവിടെ ഉണ്ടായി. ഈ കോൾഡ് വാറിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ they vehemently opposed the term Persian Gulf. They argued that it is Arab Gulf. അവസാനം നമ്മളൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഇത് രണ്ടും പറയുന്നില്ല, ഗൾഫ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് റൈറ്റിംഗ്സിലെല്ലാം നമ്മൾ എന്തേ ഉണ്ടാവുള്ളൂ? ഗൾഫ് എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം പേർഷ്യൻ ഗൾഫ് എന്ന് പറഞ്ഞാൽ അറബികൾ തല്ലും, അറബ് ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇറാനികൾ കൈകാര്യം ചെയ്യും. അങ്ങനെ വെറും ഗൾഫായി മാറി. അപ്പോൾ ദിസ് പേർഷ്യൻ ഗൾഫ്. രണ്ടാമത്തത് ഗൾഫ് ഓഫ് ഒമാൻ. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ദ ഹോർമൂസ് സ്ട്രൈറ്റ്. ഹോർമൂസ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ 33 കിലോമീറ്റർ മുതൽ 54 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. ഇത് ഇറാന്റെ തെക്കൻ ഭാഗവുമായി ചേർന്ന് കിടക്കുന്നു. ഇത് ഏത് നിമിഷം വേണമെങ്കിലും അടയ്ക്കാൻ ഇസ്രായേലിന് കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോർമൂസ് കടലിടുക്ക് അവിടെ ഉള്ള കാലത്തോളം, അതിനു മേലെ ഇറാൻ നിൽക്കുന്ന കാലത്തോളം ഗൾഫിലെ രാജ്യങ്ങൾക്ക്
ഇറാന്റെ മേലെ 100% ആണ് അവരുടെ ഡിപ്പെൻഡൻസി. ഒരു രക്ഷയുമില്ല അവർക്ക്. അതുകൊണ്ട് ഇറാനെ പിണക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇറാന്റെ ശക്തിയെ ബാലൻസ് ചെയ്യേണ്ടത് ഗൾഫിലെ ഓയിൽ റിച്ച് അറബ് മൊണാർക്കീസിന്റെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. ഇറ്റ്സ് എ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ്. ഇറ്റ്സ് ആൻ എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ഫോർ ഓൾ ദ മൊണാർക്കീസ്, അമീറേറ്റ്സ്, കിങ്ഡം ഇൻ ദ പേർഷ്യൻ ഗൾഫ് റീജിയൻ. ഇറാനെ ആശ്രയിക്കാൻ പറ്റില്ല. ഇറാനെ ഒരു തരത്തിലും ആശ്രയിക്കാൻ അവർക്ക് പറ്റില്ല. ബിക്കോസ് ഓഫ് 3 റീസൺസ്. എന്താണ്? ഫസ്റ്റ്, എത്നിക് റീസൺ ആണ്. Iranians are Aryans. These people are Semitic people, Arabs. First one. Second one, Iranians are Shiites. And these people are Sunnis. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ എത്നോ നാഷണലിസവും റിലീജിയസ് ഫണ്ടമെന്റലിസവും ഇവിടെ മുഖാമുഖം നിൽക്കുകയാണ്. ഇതിന് പുറമെയാണ് മൂന്നാമത്തെ ആസ്പെക്ട് ആണ് ദി ഗ്രേറ്റ് പവർ റൈവൽറി. ഐ മീൻ അത് സോവിയറ്റ് യൂണിയൻ, അമേരിക്ക അപ്പുറം ഇപ്പുറയും, പിന്നീട് റഷ്യ, സോവിയറ്റ് യൂണിയൻ അപ്പുറം ഇപ്പുറയും. ഇത് മൂന്നും കൂടെ ചേർന്ന ഒരു സംഘർഷ മേഖലയാണ് ഈ ഇറാൻ. അപ്പോൾ എന്ത് ചെയ്യും? ഇതാണ് പ്രതിസന്ധിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇനി ഹരിലാൽ സാർ എന്തെങ്കിലും ചോദിക്കുകയാണ്, അതിനെ തുടർന്ന് പറയാം. സർ ഇപ്പൊ പറഞ്ഞല്ലോ ഇറാനെ പിണക്കാൻ എന്തായാലും ഇവർക്ക് പറ്റില്ല. അപ്പൊ ഈ ഓൺ ഗോയിങ് വാറും അങ്ങനത്തെ ആണെങ്കിൽ ഇവർ തമ്മിൽ ചേരുന്നുമില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ, ഓർ എന്തായിരിക്കും ഇതിൽ നടക്കാൻ പോകുന്നത്? ഇത് ഒരു സാധ്യത അധികം താമസിയാതെ അതൊരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് പോകും. വേറെ നിവൃത്തിയില്ല. ഇപ്പൊ നമുക്കിപ്പം ഗ്ലോബൽ പൊളിറ്റിക്സിൽ അല്ല, നമ്മൾ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും നീക്കോ ഞാച്ചാ പറ്റുമോ? നിന്നെയും കൊന്ന് ഞാനും ചാകുമെന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പൊ അതുകൊണ്ട് മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ ആയിരിക്കും അവർ മുഖാമുഖം നിന്നാൽ സംഭവിക്കുക. അതുകൊണ്ട് ആസ് ഏർലി ആസ് പോസിബിൾ ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുക മാത്രമേ പരിഹാരമുള്ളൂ. ഇറാൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി, അതൊരു ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റീനെ ഒരിക്കലും അൺഡു ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു പ്രശ്നം, ഇറാനിലെ ഭരണമാറ്റം ഉണ്ടാകണം. ലോക ചരിത്രത്തിൽ ഏത് രാജ്യത്തിൽ വിപ്ലവം നടന്നാലും ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ ആംഡ് ഫോഴ്സസ് ഒന്നുകിൽ ദുർബലമാകണം, അല്ലെങ്കിൽ എതിർകക്ഷിയുടെ കൂടെ ചേരണം. ഇപ്പൊ 1979 ഇസ്ലാമിക് റവല്യൂഷൻ വിജയിച്ചത് എന്തുകൊണ്ടാണ്? ഷായുടെ പട്ടാളം വിപ്ലവകാരികളുടെ കൂടെ ചേർന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ജൻസി വിപ്ലവം നേപ്പാളിൽ ജയിച്ചത്? പട്ടാളം എന്ത് ചെയ്തു? പട്ടാളം പറഞ്ഞു, ഈ മറ്റേ ശർമ്മ ഓലിയൊക്കെ വീട്ടിൽ പോയിരുന്നു, ഈ പിള്ളേര് 19 പേരെ വെടിവെച്ചു വന്നല്ലോ, അതിനുശേഷം അവരുടെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഗോട്ടാബായ രജപക്സെക്ക് ഓടിപ്പോണ്ട് വന്ന് ശ്രീലങ്കയിൽ നിന്ന്? ശ്രീലങ്കൻ പട്ടാളം പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇറാനിയൻ ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് അവർക്ക് റെഗുലർ ആർമി ഉണ്ട്, ഒന്ന്. രണ്ടാമത്തത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ്. അതൊരു വരേണ്യ സൈനിക ദളമാണ്. അവരാണ് വിപ്ലവത്തെ ഇറാൻ അകത്ത് സംരക്ഷിക്കുന്നതും റവല്യൂഷനെ എക്സ്പോർട്ട് ചെയ്യുന്നതും. അവരാണ് ഈ ഗൾഫ് മേഖലയിൽ മൊത്തം പ്രോക്സീസിനെ ഉണ്ടാക്കിയിട്ടുള്ള. പ്രോക്സീസ് എന്ന് പറയും, അത് ലെബനിലെ ഹിസ്ബുള്ളയാണ്. അതൊരു ഷിയായിറ്റ് മിലീഷ്യയാണ്. വെരി പവർഫുൾ ദാൻ ലെബനൻ. ലെബനൻ സ്റ്റേറ്റിന്റെ ഔദ്യോഗിക പട്ടാളത്തെക്കാൾ വലുതാണ് ഹിസ്ബുള്ള വാറിയേഴ്സ്. അതുകൊണ്ട് സ്റ്റേറ്റ് വിതിൻ എ സ്റ്റേറ്റ് എന്നല്ല, ആക്ച്വലി ലെബനൻ ഈസ് കൺട്രോൾഡ് ബൈ ദിസ് ഹിസ്ബുള്ള, ഷിയായിറ്റ് ഗ്രൂപ്പാണ്. ഫലസ്തീനിലെ മേജർ സുന്നി ഫാക്ഷൻസ് എല്ലാം അവരുടെ കൂടെ പ്രോക്സീസ് ആണ്. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്, ഹിസ്ബുള്ള അടക്കമുള്ളത് പ്രോക്സീസ് ആണ്. അവരെ പരിശീലിപ്പിക്കുന്നത്, ആയുധം നൽകുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത് ഒക്കെ ഇറാൻ. പിന്നെ ഹൂത്തീസ്. ഈ ഹൂത്തികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഹൂത്തികളുടെ കാര്യത്തിൽ വേറൊരു സവിശേഷമായ സാഹചര്യവും കൂടി ഉണ്ട്. ഈ സൗദി അറേബ്യയുടെ തെക്കൻ പ്രോവിൻസായ ജിസാൻ എന്ന് പറയുന്ന പ്രോവിൻസ് ഉണ്ട്. അവിടെ ഷിയാക്കൾ ഭൂരിപക്ഷമാണ്. അവിടെയുള്ള ഷിയാക്കളുടെ പ്രത്യേകത എന്താ അറിയോ? ഇറാനിയൻസ് ഷിയായിറ്റ്സ് ആണ്, എത്നിക്കലി ആര്യൻസ് ആണ്. അതേസമയം ഹൂത്തികൾ എത്നിക്കലി ആരബ്സ് ആണ്. ദേ ബിലോങ് ടു ദ ട്രൈബ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്. പ്രോഫറ്റ് മുഹമ്മദിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് ആര്? ഹൂത്തികൾ. അതുകൊണ്ട് ഹൂത്തികളെ ഫേസ് ചെയ്യുന്നത് പോലെ ലോക മുസ്ലിമുകൾക്ക് ഇറാനെ എതിരെ നിൽക്കുന്നത് പോലെ ഹൂത്തികൾക്കെതിരെ നിൽക്കാൻ പറ്റൂല. ഇതാണ് അവരുടെ പ്രശ്നം. അപ്പൊ സൗദി അറേബ്യ ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ടാണ് കാണുക. കാരണം ഇത് വളർന്നു വന്നാൽ സൗദി അറേബ്യ തന്നെ ഇല്ലാണ്ടാവും. മാത്രമല്ല ഇപ്പൊ തന്നെ അവരുടെ ഈ ജിസാൻ എന്ന് പറയുന്ന സദേൺ പ്രോവിൻസസ് കെയിം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹൂത്തീസ് മുഴുവനും നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇറാന് രണ്ട് തരത്തിൽ, അവർക്ക് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, അതുപോലെ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, SRBMs എന്ന് പറയും. SRBMs
ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, താഴെ നിന്നൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ശക്തിയിൽ ഓടുന്നത്. പക്ഷെ അത് ക്രൂയിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ക്രൂയിസ് മിസൈൽസും അവരുടെ കയ്യിലുണ്ട്. ബട്ട് ദേ ആർ വെൽ വേഴ്സ്ഡ് ഇൻ ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജി. അപ്പൊ ഇറാൻ നിർമ്മിച്ചു കൊടുത്ത 100 കണക്കിന് SRBMs ഹൂത്തികളുടെ കയ്യിലുമുണ്ട്, ഹിസ്ബുള്ളയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇതിന് പുറമെയാണ് ഈ 3 സംഘങ്ങൾ, ഹിസ്ബുള്ള, ഹൂത്തീസ് ആൻഡ് ഹമാസ് ആൻഡ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇൻ ഫലസ്തീൻ റീജിയൻ. ഈ ഭൂരിപക്ഷ പ്രദേശം, ഷിയ ഭൂരിപക്ഷ പ്രദേശമായ ഇറാഖിലെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഷിയായിറ്റ് മിലീഷ്യയുണ്ട്, വെരി പവർഫുൾ മിലീഷ്യ. ഈ മിലീഷ്യകളും ഇതിനോട് ചേർന്ന 100 കണക്കിന് ചെറു പോരാട്ട സംഘങ്ങളെയും സ്പോൺസർ ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും ഇറാനാണ്. അതുകൊണ്ട് ഇറാൻ എപ്പോൾ വേണമെങ്കിലും ഈ പ്രദേശത്തെ മുഴുവനും ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്ര സങ്കീർണമായ ഒരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ ഷിയായിസവും സുന്നിസവും മാത്രമല്ല, ഈ ഷിയായുടെ സ്വാഭാവികമായ സ്വാധീന മേഖലയ്ക്ക് പുറത്ത് കടന്ന് ഇസ്ലാമിസ്റ്റ് സുന്നി ഗ്രൂപ്പുകളെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇറാൻ വളർന്നു. അപ്പോഴാണ് അറബികൾ പേടിച്ചിട്ട് ഇസ്രായേലുമായിട്ട് സഖ്യമുണ്ടാക്കുന്നത്. അതിന്റെ പേരാണ് അബ്രഹാമിക് അക്കോർഡ്. അതും ഒരു എത്രയോ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആണ്. എത്രയോ നാഷണലിസമാണ് അതിന്റെ ഐഡിയോളജി. അബ്രഹാം എന്ന് പറഞ്ഞ ആരാ? ദ ഫോർഫാദർ ഓഫ് ആരബ് ട്രൈബ്സ് ആൻഡ് ജൂയിഷ് ട്രൈബ്സ്. അപ്പോ അബ്രഹാമിന്റെ പരമ്പര എന്ന നിലയിൽ ജൂതന്മാര് അറബികളും സഹോദരന്മാരാണ്. അതുകൊണ്ട് ആര്യന്മാരായിട്ടുള്ള ഇറാനികൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് അബ്രഹാമിക് അക്കോർഡിന്റെ ഐഡിയോളജി. ചില ഇസ്മായിലിന്റെ പരമ്പരയിലാണ് ആര് വരുന്നത്? അബ്രഹാമിന്റെ ആദ്യപുത്രനായ ഈജിപ്തുകാരിയായിട്ടുള്ള അടിമ ഹഗാർ, ഹാജിറ എന്നൊക്കെ പറയും, ഹാഗാർ എന്ന് പറയും. ഹാജിറയിൽ ഉണ്ടായ മകനാണ് ഇസ്മായിൽ. ഇസ്മായിലിന്റെ പരമ്പരയാണ് ആര്? അറബികൾ. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജൂത ഭാര്യ സാറയാണ്. സാറ, ബെലവഡ് ഓഫ് റാ എന്നൊക്കെയാണ് അർത്ഥം. അതൊക്കെ ഈജിപ്ഷ്യൻ ട്രഡീഷൻ കൂടിയാണ്. സാറായിലുണ്ടായ മകനാണ് ഇസഹാക്ക്. ഇസഹാക്കിലൂടെയാണ് ഈ ജൂത പരമ്പര വരുന്നത്. ഇസഹാക്കിന്റെ മകനാണ് യാക്കോബ്. യാക്കോബിന്റെ 12 പരമ്പരയാണ് 12 ജൂയിഷ് ട്രൈബ്സ് ആയിട്ട് മാറുന്നത്. അതിൽ ബെഞ്ചമൈറ്റ്സിന് വേറെ ഒരു ട്രൈബ്സ് ഉണ്ട്. ജോസഫിന്റെ പരമ്പര 2ആയിട്ട് മാനേഷ്യ ആയിട്ടൊക്കെ തിരിയുന്നുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിൽ അവരുടെ വംശപരമ്പരയൊക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോ ഈ ഹൂത്തികൾ കൂടി വന്നതോടുകൂടി സൗദി അറേബ്യയുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമായി. ഇനി നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മാത്രമല്ല ഇപ്പോൾ വളരെ പ്രിസൈസ് സ്ട്രൈക്ക്, ഏറെക്കുറെ പ്രിസൈസ് സ്ട്രൈക്ക് നടത്താനെങ്കിലും ഇറാന് കഴിയുന്നത് റഷ്യയുടെ സഹായമുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജി എങ്ങനെ പ്രവർത്തിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? വെരി സിമ്പിൾ ആണ്. ഒരു ലോഞ്ച് പാഡിൽ നിന്ന് അതിന് താഴെ അതങ്ങ് പറത്തി കഴിഞ്ഞാൽ ആ ശക്തി കൊണ്ട് അതങ്ങനെ പോയിട്ട് എന്ത് വേണം? കൃത്യമായി ലക്ഷ്യം ഭേദിക്കും. അങ്ങനെയാണ്. പിന്നെ അത് മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ 45 ഡിഗ്രിയിൽ മുകളിലോട്ട് പോയിട്ടാണ് താഴേക്ക് മിസൈൽ വരിക. അങ്ങനെ വരുന്ന സമയത്ത് താഴേക്ക് അത് ശീഘ്രഗതിയിലാണ് വരിക. ശബ്ദാതീത വേഗത്തിൽ വരും, സൂപ്പർസോണിക് വേഗത്തിൽ വരും. 30 മാക് 30 മാക് ഒക്കെ അവർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു 100 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ലക്ഷ്യം എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും? ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തിൽ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറാൻ ഒരു ഉപഗ്രഹങ്ങളും ഇല്ല. അപ്പൊ ഈ ഇൻഫർമേഷൻ മുഴുവൻ ഷെയർ ചെയ്യുന്നത് ആരാണ്? റഷ്യ. റഷ്യ ഈ ഉപഗ്രഹങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പൊ സൈപ്രസിലെ മിലിറ്ററി സെന്റർ ആണ്. സൈപ്രസ് അറ്റാക്ക് ചെയ്തു, അസർബൈജാൻ അറ്റാക്ക് ചെയ്തു, ടർക്കി അറ്റാക്ക് ചെയ്തു, ലെബനനിലേക്ക് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. 6 ഗൾഫ് രാജ്യങ്ങളെയും അവർ അറ്റാക്ക് ചെയ്തു. ഇത് സാധ്യമാകുന്നത് പ്രിസൈസ് അല്ല കേട്ടോ. ഇപ്പൊ ഇസ്രായേലും അമേരിക്ക നടത്തുന്ന പോലെ പ്രിസൈസ് സ്ട്രൈക്ക് നടത്താനുള്ള ശേഷി അവർക്കില്ല. പക്ഷേ ഏറെക്കുറെ ഇപ്പോ കുവൈറ്റിന്റെ ഒരു വിമാനത്താവളത്തിലേക്ക് ഒരു മിസൈൽ അയക്കാൻ അവർക്ക് പറ്റും. അത് അയക്കാൻ പറ്റുന്നത് ഈ റഷ്യയുടെ സഹായത്തോടു കൂടി. അപ്പൊ അവിടെ ഒരു പുതിയൊരു ഫോർമേഷൻ വന്നിട്ടുണ്ട്. റഷ്യ അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ താല്പര്യവും കൂടി അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ ആകെ പ്രതിസന്ധിയിലാകുക. അപ്പൊ നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് മാത്രമേ പരിഹാരമുള്ളൂ. യെസ്, വളരെ രസകരമായിട്ടുള്ള ഒരു ലൈൻ 3ാമത്തെ ചാപ്റ്ററിലുണ്ട്. 21 ലെസൺസ് ഫോർ 21st സെഞ്ചുറി. എന്നെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു ലൈനാണ്. അതിൽ പാർട്ട് 3 വാർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന സൈഡ് ഹെഡിങ് എന്താണെന്നറിയോ? നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി. അതൊന്ന് ഓർമ്മിച്ച് വെക്കുന്നില്ല. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി.
അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക യുദ്ധം കൊണ്ടൊന്നും ഒരു പരിഹാരമാണ്. യുദ്ധം ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ കാര്യമാണ്. മനുഷ്യൻ അത്രയും സ്റ്റുപ്പിഡാണ്. ഇത് മലയാളിക്ക് മാത്രമാണ് ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുക. കാരണം നമുക്കിവിടെ നാറാണത്ത ഭ്രാന്തൻ ഉണ്ടായിരുന്നു. അതാണ് രാവിലെ മുതൽ ഈ കല്ല് ഉരുട്ടി 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 മേലെ കൊണ്ടുപോവുക, വൈകിട്ട് അത് താഴേക്ക് ഉരുട്ടിയിടുക. ഇതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരുക, വൈകുന്നേരം ആകുമ്പോൾ കുടം ഇട്ടുടയ്ക്കുക. ഇത് ഹ്യൂമൻ നേച്ചറാണ്. നമ്മളിങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരും, മഹത്തായ സംസ്കൃതികളൊക്കെ കൺസ്ട്രക്ട് ചെയ്യും. ഇത് മുഴുവനും അടിച്ച് തകർത്ത് കളയും. കല്ലിന്മേൽ കല്ലില്ലാതെ ഇതിനെന്ത് ചെയ്യും? നമ്മൾ തന്നെ തകർക്കും. ഹംപിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ലോകത്തിലെ ഏറ്റവും വലിയ 4 നഗരങ്ങൾ മധ്യകാലത്തിലെ ലോകത്തിലുണ്ടായിരുന്നതിൽ ഒന്നായിരുന്നു ഹംപി. എന്ന് വെച്ചാൽ വിജയനഗരം, ബെയ്ജിങ്, അതായത് പീക്കിംഗ്, പഴയ പീക്കിംഗ്, വിജയനഗരം, റോം, ബാഗ്ദാദ്, 4ൽ ഒന്നായിരുന്നു. 36,000 ചതുരശ്ര കിലോമീറ്ററുകൾ വ്യാപിച്ച് കിടക്കുന്ന ഒരു മഹാനഗരം. അതിന്റെ അവസ്ഥ എന്തായത്? പൊളിച്ച് ദൂരെ കളഞ്ഞില്ലേ? ഗാസ നഗരം എങ്ങനെയാ കിടക്കുന്നത്? മുഴുവൻ തകർത്ത് കളഞ്ഞു. അപ്പൊ മനുഷ്യന്റെ പൊതുശീലമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മഹാസംസ്കൃതികൾ നമ്മൾ ഉണ്ടാക്കും, അതെല്ലാം ഇട്ട് തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിലൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ ഡയലോഗ് പറയാം. മാനവികത, മനുഷ്യത്വം, അത് 1 പാർട്ടാണ്, 50% ആണ്. അടുത്ത 50% എന്ന് പറഞ്ഞാൽ സ്റ്റുപ്പിഡിറ്റി, ഡിസ്ട്രക്ഷൻ, കില്ലിംഗ്, റോബിംഗ്, റേപ്പിംഗ്, കിഡ്നാപ്പിംഗ്, എവറിത്തിങ് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ സൈക്ക്. ഇൻഡിവിജ്വൽസിന്റെ മാത്രമല്ല സ്റ്റേറ്റിന്റെയും. നമ്മൾ ലിബറലിസത്തെ കുറിച്ച് ഇത്രയും കാലം പറഞ്ഞിട്ട് ലോക ചരിത്രത്തിൽ സെക്സിസത്തെ ആധാരമാക്കിയിട്ട് ഒരു സ്റ്റേറ്റ് ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉണ്ടായി. അഫ്ഗാനിസ്ഥാൻ ഇറ്റ്സ് എ ക്ലാസിക്കൽ സ്റ്റേറ്റ് ഓഫ് സെക്സിസം, ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സെക്സ്. നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ യു വോണ്ട് ഹാവ് എനി റൈറ്റ്. അയാള് ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീ പത്രപ്രവർത്തകർ ഇവിടെ ഉണ്ടാവരുതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. നമ്മൾ വേണ്ടാന്ന് തീരുമാനിച്ചു. കാരണം അതിലും അത്ഭുതമില്ല. കാരണം എന്താ? മൊറാലിറ്റിക്കൊന്നും ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റിയിൽ മൊറാലിറ്റി അല്ല, പ്രായോഗികതയും നൈതികതയും വന്നാൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രങ്ങൾ വേണ്ട, പ്രായോഗികതയും നൈതികതയും വന്നാൽ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യും? നൈതികതയെ സെലക്ട് ചെയ്ത് നിങ്ങൾ നശിച്ചു പോകുമോ? പ്രായോഗികതയുടെ പക്ഷത്ത് നിന്ന് അതിജീവിക്കുമോ? പ്രായോഗികതയുടെ പക്ഷത്ത് നിന്ന് അതിജീവിക്കും. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 2021 താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം ഒരു വരി കുറിച്ചു മാധ്യമത്തിൽ. എന്തായിരുന്നത്? വിസ്മയമായി താലിബാൻ. ഈ വിസ്മയമായി താലിബാൻ ചില മണ്ടന്മാര് കുറിക്കുന്നത് എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്കാരെ ചീത്ത വിളിച്ചു. പക്ഷേ അത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് അച്ചട്ടമായി എന്നുള്ളതാണ്, സത്യമായി. അത് ഇന്ന് താലിബാൻ ഇന്ത്യക്കാർക്കൊരു വിസ്മയമാണ്. എങ്ങനെയാ വിസ്മയമായത്? ഇന്ന് നമ്മൾ പറയുന്നവർ കേൾക്കുന്ന ഒരു വിഭാഗമാണ്. പോയി അടിക്കടാന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് പോയി അടിക്കും. താലിബാൻ നമ്മുടെ കൂടെയാ, മനസ്സിലായില്ലേ? 1998 നമ്മുടെ വിമാനം കാൻഡഹാറിൽ കൊണ്ടുപോയി നമ്മളോട് വിലപേശിയ ഈ താലിബാൻ, ലോകത്തിലെ ഏറ്റവും മാരകമായ തീവ്രവാദ സംഘമായ ഭീകര സംഘമായ താലിബാൻ, സ്ത്രീകളെ കണ്ടാൽ പോലും തല്ലി ഓടിക്കുന്ന താലിബാൻ ഇന്ന് പക്ഷെ ഇന്ത്യയുടെ കൂടെയാ. അവരെ കൂടെ നിർത്തണോ വേണ്ടയോ? പ്രായോഗികത അതാണ്. നമ്മൾ താലിബാന്റെ കൂടെയാ. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മൾ 4 പടക്കം അവിടെ പൊടിച്ചപ്പോഴേക്കും താലിബാൻകാർ അവിടെ കയറി പാകിസ്ഥാന്റെ കിഴക്കൻ പടിഞ്ഞാറൻ പ്രോവിൻസിലെ അടിച്ചു തകർത്തു. ഇപ്പൊ അവരവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പാകിസ്ഥാനെതിരായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളെന്ത് സന്തോഷമല്ലേ? അങ്ങനെ ഇന്ത്യയുടെ ഒരു നാച്ചുറൽ അലൈ ആയിട്ട് ഇപ്പോ താലിബാൻ മാറി എന്നുള്ളത്. അപ്പൊ താലിബാൻ വിസ്മയമായോ ഇല്ലയോ? ഞാൻ ജമാഅത്തെ ഇസ്ലാമിനെ ചീത്ത പറയല്ലോ കേട്ടോ. പക്ഷെ അവര് വിസ്മയമായി എന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും വിസ്മയമായി. അതുപോലെ തീവ്രവാദം. നമ്മൾ തീവ്രവാദത്തിനെതിരായിട്ട് ലോകത്തിൽ വാർ അഗൈൻസ്റ്റ് ടെററിസം, ഗ്ലോബൽ വാർ അഗൈൻസ്റ്റ് ടെററിസമാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഗ്ലോബൽ വാർ ഇല്ല. അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ടെററിസ്റ്റ് ഈസ് എ ഗുഡ് ടെററിസ്റ്റ്. അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ടെററിസ്റ്റ് ബാഡ് ടെററിസ്റ്റ്. അത്രേ ഉള്ളൂ. കാരണം അൽ ഖ്വയ്ദ, അൽ ഷബാബ്, ബൊക്കോ ഹറൂം, അൽ ഷബാബ്, ഇസ്ലാമിക് സ്റ്റേറ്റ്, അതിഭീകരന്മാർ എന്നൊക്കെ പറഞ്ഞ് നടന്നതിന് ഇടയ്ക്കാണ് ഒരു ജൊലാനി എന്ന് പറഞ്ഞ ഒരാള്, മുഹമ്മദ് അഹമ്മദ് അൽ ഷാറ, അദ്ദേഹം ISIS ആയിരുന്നു. അതിനു മുമ്പ് അൽ ഖ്വയ്ദ ആയിരുന്നു. അദ്ദേഹം ഈ സിറിയയുടെ ഒരു ചെറിയ പോർഷൻ കയ്യിൽ വെച്ച് അവിടെ ഒരു തീവ്രവാദ ഭരണമൊക്കെ നടത്തി അങ്ങനെ ഇരിക്കുകയായിരുന്നു.
അമേരിക്ക അയാളുടെ തലയ്ക്ക് $10,000 മറ്റോ വില കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പര് ഓൾ ഓഫ് എ സഡൻ അമേരിക്കയ്ക്ക് സ്വീകാര്യനായി. അങ്ങനെ അമേരിക്കക്കാരും മൊസാദും തുർക്കിയും കൂടെ പിന്തുണ കൊടുത്തു. മൂപ്പര് നേരെ അഴിച്ചു കയറി സിറിയ പിടിച്ചെടുത്തു. സിറിയയിലെ പ്രസിഡന്റായി. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ വിളിക്കുന്നു, പാർട്ടി കൊടുക്കുന്നു. നിന്ന നിൽപ്പിൽ ഒരു ബാഡ് ടെററിസ്റ്റ് ഗുഡ് ടെററിസ്റ്റ് ആയി മാറി. ഇപ്പോൾ ടെററിസ്റ്റ് എന്നുള്ള പദത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ സിറിയയുടെ ഔദ്യോഗിക പ്രസിഡന്റ് ആണ് അഹമ്മദ് അൽ ഷാറ. അതുപോലെ തന്നെയാണ് ഇന്ത്യക്കാർക്ക്. പണ്ട് താലിബാനൊക്കെ ഭയങ്കര ഭീകരന്മാരായിരുന്നു. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സാണ്. അവരിപ്പോ ഗുഡ് ടെററിസ്റ്റ് ആണ്. അതുപോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, പണ്ട് നമ്മൾ അവരെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു ടെററിസ്റ്റ് ഡിസ്റപ്റ്റീവ് മൂവ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടത്. ഇപ്പൊ അവര് നമ്മൾ പറയുന്ന പോലെ കേൾക്കും. അത് ബലൂചിസ്ഥാൻ പ്രോവിൻസിൽ ഇപ്പോൾ എവിടെ ആക്രമണം നടത്തണമെന്ന് ഇന്ത്യ പറഞ്ഞാൽ അവരപ്പൊ ചെയ്യും. അപ്പൊ നമ്മള് ഗുഡ്. അപ്പൊ ഗ്ലോബലായിട്ട് ഈ സംഗതി മാറി. പ്രായോഗികത മാത്രം ആളുകൾ കണക്കാക്കി നൈതികത പൂർണ്ണമായി ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇല്ലാതാകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ 69,000-69,000 ആളുകൾ ഗസയിൽ കൊല ചെയ്യപ്പെട്ടു. അതിൽ 18,000 സ്ത്രീകളാണ്. സ്ത്രീകളും കുട്ടികളുമാണ്. എന്നിട്ടും ഒരു ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയൻ ഒന്നും വരുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ. ഇന്ത്യയിലുള്ള ചർച്ചയുടെ ഒരു കോർ എന്തായിരുന്നു? നമുക്കെന്താ കാര്യം, ഇന്ത്യക്കാരെന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് വലിയൊരു സംഘർഷം കൂടിയാണ്. നൈതികതയുടെ ഭാഗത്ത് നിൽക്കണോ പ്രായോഗികതയുടെ ഭാഗത്ത് നിൽക്കണോ എന്നുള്ളത്. പ്രായോഗികത നമുക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല, എന്നാൽ പൂർണ്ണമായി നീതി നിഷേധം സാധ്യവുമാവില്ല. ഇങ്ങനെ ഒരു വലിയ സംഘർഷത്തിലാണ് ലോകരാഷ്ട്രങ്ങളും അതിന്റെ പോളിസി മേക്കേഴ്സും ഒക്കെ ഉള്ളത്. ഇറാനിയൻ വിഷയത്തിലും ഈ സംഗതി ഒരു അന്തർധാരയായി വർത്തിക്കുന്നുണ്ട്. മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം ആവൽക്കരമാണ്. നമ്മള് ടൈം വളരെ വളരെ അതിലെ ഒറ്റ കാര്യമുള്ളൂ. മത തീവ്രവാദ സംഘടനകൾ മാത്രമല്ല, എല്ലാ തീവ്രവാദങ്ങളും അപകടമാണ്. അത് മതത്തിന്റെ പേരിലായാലും ഭാഷയുടെ പേരിലായാലും ജാതിയുടെ പേരിലായാലും ഒക്കെ. ഇപ്പൊ മലയാള ഭാഷ 10ാം ക്ലാസ്സിൽ വരെ പഠിക്കാത്തവൻ PSC എഴുതണ്ട എന്ന് പറയുന്നതിന് ഞാൻ തീവ്രവാദമായിട്ടാണ് കണക്കാക്കുന്നത്. മലയാള ഭാഷാ ദേശീയതയൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. 4 കോടി മലയാളികൾ ഉള്ളതിൽ 1 കോടി മലയാളികൾ നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സ് ആണ്. അവർക്കിനി കേരളത്തിൽ വന്നിട്ട് ഒരു PSC എഴുതണ്ടേ? എന്തിനാ ഇതിന്റെ കാര്യം? ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ഭാഷാ തീവ്രത, ഏത് തരത്തിലുള്ള തീവ്രവാദങ്ങളെ, അത് ഫെമിനിസ്റ്റ് തീവ്രവാദമാണെങ്കിലും ഭാഷാ തീവ്രവാദമാണെങ്കിലും അതുപോലെ തേർഡ് ജെൻഡർ തീവ്രവാദം, എല്ലാ തീവ്രവാദങ്ങളും മനുഷ്യത്വ വിരുദ്ധമാണ്. അതിൽ 1ാം സ്ഥാനത്ത് ഒരു പക്ഷേ മത തീവ്രവാദമായിരിക്കും വരിക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല.